ഞാൻ ഇന്നൊരു സാമ്പാർ വയ്ക്കാൻ പോവുകയാണ് കേട്ടോ. ഇത് കാണിക്കാമെന്ന് വിചാരിക്കുന്ന കാര്യം, ഞാൻ കപ്പയ്ക്ക വെച്ചാണ് സാമ്പാർ ഉണ്ടാക്കുന്നത്. ഇത് കപ്പയ്ക്കയും പച്ചമുളക്, അത് ബീറ്റ്റൂട്ട്, ഇത് ടൊമാറ്റോ, ഉള്ളി, ക്യാരറ്റ്, ഉള്ളി, ഒരു സൈസേ ഉള്ളൂ ഉള്ളി. ഓക്കെ, ഉള്ളി. എന്നിട്ട് നമുക്കിത് ചേർക്കാനുള്ളത് കപ്പയ്ക്കയും പച്ചമുളകും ഇടുന്നുണ്ട്. കപ്പയ്ക്ക എന്ന് പറയണമെങ്കിൽ ഞങ്ങളിവിടെ പറയണ കപ്പയ്ക്ക എന്നാണ്, പപ്പായ എന്ന് പറയും, ഒക്കെ പറയും. ബീറ്റ്റൂട്ട്, തക്കാളിപ്പഴം, ചെറിയ ഉള്ളി, ക്യാരറ്റ്, ഇത്രയിട്ട്. ഇതൊരു പീസ് കായം ഉണ്ടോ, കായം അത് ഇടുമ്പോഴത്തേക്ക് അതൊന്ന് അരിഞ്ഞോളും. അപ്പോൾ ഇനി നമുക്ക് മുളക് പൊടി ചേർക്കാം ആവശ്യത്തിന്. മതി. കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കാം. കാപ്പിക്കൊക്കെ കഴിക്കാൻ അടിപൊളിയാണ്, സൂപ്പറാണ്. അപ്പോഴേക്കായിട്ട് സാമ്പാർ വെച്ച് നിങ്ങൾ നോക്കി. ഇതുകൊണ്ട് ഉലുവ, ഉലുവയാണ്, ഉലുവ. എന്നിട്ട് കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് മല്ലിപ്പൊടി, സാമ്പാറിനുള്ള ഇത്രയും മതി. ഉപ്പ് ചേർക്കുക, ആവശ്യത്തിനുള്ള ഉപ്പ്. കപ്പയ്ക്ക എന്ന് പറയുമ്പോൾ എന്ത് കൊണ്ട് നല്ല സൂപ്പറാണ്. നമ്മളെ ശരീരത്തിനായാലും ഒരു മരുന്ന് കൂടിയാണ് കപ്പയ്ക്ക. ഇത് കെട്ടുന്നവർ വയ്ക്കുക, ആവശ്യത്തിന് വെള്ളം ചേർക്കാൻ. കുക്കറിലാണ് വയ്ക്കണത്. നമുക്കിനി ഇത് ഒരു 3 വിസിലായിട്ട് സാമ്പാർ കടുക് വറുത്തിറക്കാം, അത്ര മതി. കാണിക്കാം. നമുക്ക് ഇന്നത്തെ സാമ്പാർ വെച്ചിട്ടായിട്ടുണ്ട്. എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കണം, അടിപൊളിയാണ്, സൂപ്പറാണത്. കാപ്പിക്കും ഊണിനും ഒക്കെ നല്ലതാണ്. ഓക്കെ. ഇപ്പം ഇന്നത്തെ കാപ്പി നമ്മൾ കഴിക്കാൻ പോവുകയാണ്. സൂപ്പർ സാമ്പാറും ഉണ്ടാക്കി. ഓക്കെ.